അഞ്ചൽ നെട്ടയം 124, 125 ബൂത്തിലെത്തിയ BJP സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിനെ പോലീസ് തടഞ്ഞു. ഇത് ഏറെ നേരം BJP പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. ബൂത്ത് സന്ദർശനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ കൃഷ്ണകുമാർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു. ഇതാണ് തർക്കത്തിലേക്ക് എത്തിച്ചത്. 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് പോളിംഗ് ആരംഭിച്ചത്. എന്താ പറയാ? വളരെ ശക്തമായ പോളിംഗ് നടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പലയിടത്തും സ്ലോ ആണെന്ന് കേൾക്കുന്നുണ്ട് മെഷീൻ്റെ വിഷയങ്ങൾ. പക്ഷേ അതിശക്തമായ പോളിംഗ് പോകുന്നിടത്തെല്ലാം 30 മുതൽ 40% വരെ പോളിംഗ് നടത്തിയിരിക്കുന്നത്. അതും കൊല്ലത്ത് ഈ സമയത്ത് കഴിഞ്ഞ എവിടെയാണ് നിൽക്കാം? സ്ഥാനാർത്ഥിയാണെങ്കിൽ താങ്കൾ പറയും നിയമത്തോട് യോജിക്കുന്നു, നിയമം പാലിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ അല്ല അല്ല താങ്കൾ പറഞ്ഞതിന് യോജിക്കുന്നു. പക്ഷെ ഞാൻ നിയമം തെറ്റിച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങൾ എന്തോടെ പോയിരുന്നു പറയാൻ കാൻഡിഡേറ്റിന് പറയാം. നിങ്ങൾ അനാവശ്യമായിട്ട് കൂട്ടം ഞങ്ങൾ ആരും കൂടിയിരിക്കുന്നില്ല. ചുമതലക്കാരാ നിൽക്കുന്നത്. അല്ല ഒന്ന് ഞങ്ങൾ ആരും ക്യാൻവാസ് ഇല്ല. ഇപ്പോഴത്തെ പോളിംഗിന്റെ വിശേഷം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ല മനസ്സിലാക്കാം. പക്ഷെ എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മറ്റൊരാൾക്ക് ഇറക്കിയോ? അല്ല ഇപ്പൊ ഇറക്കിയുള്ളൂ. ഇതുവരെ അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ ആരും ഇടപെട്ടില്ല. മുൻ മന്ത്രിക്ക് സംസാരിക്കാൻ പറ്റുന്നു, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ലെന്ന് താങ്കൾ ക്ലിയർ ആക്കണം. ഞാൻ നിയമം പാലിക്കാൻ തയ്യാറാണ്. നിയമത്തിൽ എവിടെയാണ് ഞാൻ തെറ്റിച്ചത് കൂടി താങ്കളൊന്ന് പറഞ്ഞു തരണം. ഞാൻ നിങ്ങളെ നിയമം പാലിക്കപ്പെടുന്ന ആളാണ്, ശരിയാണ്, മനസ്സിലാക്കുന്നു. ഞാൻ ഇവിടെ എവിടെയാണ് ക്യാൻവാസ് ചെയ്തത്? അത് കാണുന്നവരെ കൂടി നിന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. താങ്കൾ മനസ്സിലാക്കുക. നിങ്ങളല്ല, ആരും കൂടി നിൽക്കുന്നു. നിങ്ങൾ എടുക്കൂ, ഫോട്ടോ എടുക്കൂ. താൻ നിയമം പാലിക്കാൻ തയ്യാറാണെന്നും തന്നോട് വേറൊരു നീതിയും മറ്റൊരു LDF നേതാവിനോട് അനുകൂല നീതിയും പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിയെന്ന സ്ഥാനാർത്ഥി ആരോപിച്ചു. രാവിലെ മുൻമന്ത്രിയും MLA-യുമായ അഡ്വക്കേറ്റ് K. രാജു വോട്ട് ചെയ്തതിനു ശേഷം പോളിംഗ് ബൂത്തിനോട് ചേർന്നുള്ള ഹാളിൽ വെച്ച് തന്നെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. ഇത് പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞില്ല എന്നും BJP ആരോപിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ബൂത്ത് സന്ദർശിക്കാൻ എത്തിയതാണെന്നും ഇത് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല പോളിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ കൊല്ലത്ത് കഴിഞ്ഞ 2019 അപേക്ഷിച്ച് ഈ സമയം ഇതിപ്പോൾ 12 മണിയായിരിക്കുന്നു. ഇതിനേക്കാൾ 10% താഴെയാണ് പോളിംഗ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇത്തവണ റെക്കോർഡ് പോളിംഗ് കൊല്ലത്ത് നടക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ ഒരു പോളിംഗ് നടക്കണം. അതുകൊണ്ട് ഇതുവരെ വോട്ട് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ പരമാവധി ആളുകൾ ആ നിശ്ചിത സമയത്തിനകത്ത് തന്നെ ഒന്ന് പോളിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ഏരൂർ.